സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന പ്രത്യേക തീവ്ര പരിപാടി അല്ലെങ്കിൽ പിന്നെ പുനരാവിഷ്കരണം, അതാണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രത്യേക തീവ്ര പുതുക്കൽ എന്നൊക്കെ പറഞ്ഞാലും മതി. റിവിഷൻ എന്ന് പറഞ്ഞാൽ പുതുക്കൽ എന്നാണ് കറക്റ്റ്. പുനരാവിഷ്കരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും ശരിയാക്കി എടുക്കൽ എന്നൊക്കെ പറയാം. അത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ എതിർപ്പാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നത്. മമതാ ബാനർജി തെരുവിലിറങ്ങി തന്നെ എതിർത്തു. പക്ഷെ അവസാനം അത് 1 കോടി വോട്ടർമാർ പശ്ചിമ ബംഗാളിൽ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ പരാതി. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അങ്ങനെ ഒരാളിന്റെ വോട്ട് പോലും പോവുകയില്ല, ഇതെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് വന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ളവരുടെ വോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. കേരളത്തിൽ 25 ലക്ഷം ആളുകളുടെ വോട്ട് പോകുന്നതാണ് കേരള ഗവൺമെന്റിന്റെ പരാതി. ഇതും കൊണ്ട് സുപ്രീം കോടതി പോയി ആദ്യം പറഞ്ഞ് SCR നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. SCRന്റെ ഡേറ്റ് നീട്ടണമെന്ന് പറഞ്ഞു. അതും സുപ്രീം കോടതി പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ ബോഡിയാണ്, അവരിടപെടട്ടെ, അവരെന്താന്ന് വെച്ച് ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം സുപ്രീം കോടതി ചെയ്തു. ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ സമാധാനപൂർവ്വം അല്ലെങ്കിൽ അനുഭാവപൂർവ്വം വളരെ സ്നേഹത്തോടു കൂടി ഈ കേരള സർക്കാരിന്റെ പരാതി ഒന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ആവശ്യമായ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് കേരള സർക്കാരിന് ആവശ്യമായ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായി ഇതൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്തായാലും 25 ലക്ഷം വോട്ട് ഇവിടെ നിന്ന് പോകുമെന്നാണ് കേരളത്തിന്റെ പരാതി. ഒരാളിന് വോട്ട് പോകാൻ പാടില്ല. കാരണം വോട്ടേഴ്സ് SCRന്റെ ഫോമിൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 2004 വോട്ട് ഉണ്ടായിരിക്കണം, 2004 ആർക്കെങ്കിലും ഒക്കെ ബന്ധുക്കൾക്കൊക്കെ വോട്ടുണ്ട്, അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഫോം ആയിരുന്നു അത്. പക്ഷെ ആ കോംപ്ലിക്കേഷൻ എല്ലാം മാറ്റി. എന്തായാലും BLOമാർ വളരെ സത്യസന്ധമായിട്ടൊക്കെ ജോലി ചെയ്തല്ലോ. ഒരുപാട് BLOമാർ പണിയെടുത്തിട്ട് ഇത് കയറിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇനി BLOമാരുടെയും കൂടെ സഹായത്താൽ ചേർക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ചേരാത്തവരുണ്ടെങ്കിൽ അതൊരു പത്രപ്രസ്താവനയിലൂടെയോ ഒക്കെ അവസാനത്തൊരു അവസരം കൂടി ജനങ്ങൾക്ക് കൊടുക്കണം. അതുകൊണ്ട് പരമാവധി ആളുകളെ ഇതിനകത്ത് ചേർക്കാനുള്ള ശ്രമമാണ് നടക്കേണ്ടത്. തീർച്ചയായിട്ടും വോട്ടെന്ന് പറയുന്നത് ഒരു പൗരന്റെ മൗലിക അവകാശമാണ് ജനാധിപത്യത്തിൽ. അതെല്ലാവരും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഇനിയിപ്പോൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു ഡ്രൈവും കൂടി ഇലക്ഷൻ കമ്മീഷൻ നടത്തേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി നടത്തേണ്ടിയിരിക്കുന്നു. അതും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജനാധിപത്യത്തെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സാർത്ഥകമായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിൽ വോട്ട് ചാരി എന്നൊക്കെ പറഞ്ഞ് ബീഹാറിൽ കൊണ്ടുവന്നിട്ട് ഒന്നും ക്ലച്ച് പിടിച്ചില്ല, കർണാടകത്തിൽ കൊണ്ടുവന്ന് ക്ലച്ച് പിടിച്ചില്ല, കേരളത്തിൽ കൊണ്ടുവന്ന് ക്ലച്ച് പിടിച്ചില്ല. എന്തായാലും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ കോടതിയുടെ ഒരു ഇടപെടൽ കൂടി കേരളത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വരുമെന്ന് തന്നെ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം.